അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം കടിയങ്ങാട് ഇബ്രാഹിം ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടിയങ്ങാടും പേരാമ്പ്ര കുറ്റിയാടി മൊത്തത്തിൽ നമ്മളെ ഏരിയകളിലൊക്കെ എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉസ്താദാണ് ഇബ്രാഹിം ഉസ്താദ്. ഞാൻ ഇബ്രാഹിം ഉസ്താദായിട്ട് എന്താ ചെറുപ്പത്തിലേ കാണലുണ്ട്. മാഷാ അല്ലാഹ്, ഇബ്രാഹിം ഉസ്താദ് നമ്മുടെ ഈ നാട്ടിലെ ഒരുപാട് ആളുകളെ പഠിപ്പിച്ചൊരു ഗുരുവാണ്. അതിന് അള്ളാഹു തൗഫീഖ് നൽകിയതാണ്. എനിക്ക് നമ്മുടെ കൂടെ പിന്നെ നമ്മുടെ പള്ളി മദ്രസയെ ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടുകാരും ബന്ധപ്പെട്ട് ദീർഘകാലം ആഫിയത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ പ്രായസേ, നമ്മളിപ്പോൾ പുതിയ കുട്ടികൾക്ക് നമ്മൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കടിയങ്ങാട് മദ്രസയാണ് ഒന്നാമത് ഞാൻ പറയുന്നത്. കടിയങ്ങാട് മദ്രസയിൽ ഇബ്രാഹിം ഉസ്താദ് ഏത് കൊല്ലാ ചേർന്നത്? 1967. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 55-56 കൊല്ലമായില്ലേ? അപ്പോൾ ഇപ്പോൾ അടുത്താണ് എന്തായത് ഒഴിവായത്. അപ്പോൾ ഒഴിവായാലും എന്താക്കലുണ്ട് മദ്രസയിൽ? മുട്ടായി കൊടുക്കൽ. അതെ, മദ്രസയിൽ വരുത്തുന്നുണ്ട്, കുട്ടികളായിട്ട് ബന്ധപ്പെടേണ്ടൊക്കെ ഉണ്ട്. അത് വലിയൊരു സന്തോഷമാണ് അല്ലേ? അപ്പോൾ ഇവിടെ മാത്രമല്ല, ഞാൻ നമ്മളെ മുഅല്ലിമീങ്ങളുടെ അധ്യാപകരുടെ ഒരു രജിസ്റ്റർ ബുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇബ്രാഹിം ഉസ്താദിൻ്റെ പേര് രണ്ടാമതായിട്ടുള്ളത്. രണ്ടാമത്തെ നമ്പറാണ് അല്ലേ? രണ്ടാമത്തെ ഉള്ളത്. അത്രയും മുമ്പേ ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തായിട്ടുള്ള ഒരു ഇബ്രാഹിം ഉസ്താദ് അതിൽ പിന്നെ MSR നമ്പർ ഒക്കെ അന്നേ ഉണ്ട്. MSR നമ്പർ ഉണ്ട്. MSR നമ്പർ 4944. 49. ആ, അതുപോലെ ഹിസ്ബ്, അന്നത്തെ ഹിസ്ബിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ അതൊക്കെ അതിലുണ്ട്. അപ്പോൾ അന്നേ എന്താണ് ഈ അധ്യാപന മേഖലയിൽ സജീവമായിട്ട് ഇറങ്ങി മാഷാ അല്ലാഹ് 55-56 കൊല്ലം നിരന്തരമായി മുന്നോട്ട് പോയി അല്ലേ? ട്രെയിനിങ് ഉണ്ട്, ഇതൊക്കെ. അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും കാലം നമ്മളെ ഈ മദ്രസയിൽ അതുപോലെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയല്ലോ, ഇതേപോലെ പള്ളിയിലുണ്ട് അല്ലേ? പള്ളിയിൽ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. ദിവസവും എല്ലാ സമയത്തും എത്തിച്ചേരാണ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ പിന്നെ ഇബ്രാഹിം ഉസ്താദ് എത്രാം വയസ്സിലാണ് മദ്രസയിൽ ചേർന്നത്? 21-ാം വയസ്സ്. 21-22 വയസ്സിൽ അല്ലേ? ആ വയസ്സിലാണ് ചേർന്നത്. ഇബ്രാഹിം ഉസ്താദിന് ദർസ് പഠിച്ചില്ല പണ്ടത്തെ കാലത്ത്? ദർസിൽ പ്രധാനപ്പെട്ട ഉസ്താദ് ഏതാ? പ്രധാനപ്പെട്ട ഉസ്താദ് മാണിക്കോത്തമ്മദില്ലായിരുന്നു. PC-ന്റെ അമ്മോശൻ, ചെങ്ങരോത്ത് PC-ന്റെ അമ്മോശനാ. ആരെ? PC കുഞ്ഞോത്തില്ലായിരുന്നു, ചെങ്ങരോത്തെ കാതിയാറ് മോറെ അമ്മോശൻ. മൂപ്പർ അമ്മോശൻ ആര്? മാണിക്കോത്തമ്മല്ലായിരുന്നു. അത് ശരി. എല്ലാ വേദന, എന്താ ഒരു ശബ്ദവും വളരെ വേദന. മൂപ്പരാന്ന് പ്രധാനപ്പെട്ട ഉസ്താദ്. അത് ശരി. മൂപ്പറാനെ കൂട്ടിക്കൊണ്ട് എവിടുന്ന്? എവിടെയാ ദർസ്? എവിടെയാ ദർസ്? കുട്ടോത്ത്. അവളെ കുട്ടോത്ത്. ആടെയാന്നല്ലേ? അപ്പോ അവിടെ ഏകദേശം എത്ര കൊല്ലം പഠിച്ചു? അവിടെ ഒരു 2-3 കൊല്ലം പഠിച്ചു. 3 കൊല്ലം പഠിച്ചു. പിന്നെ ഉസ്താദിനു പിന്നെ അവിടുന്ന് പോയിട്ട് മുയിപ്പോത്ത്. അവിടുന്ന് ഉസ്താദ് അജിനു. ഇപ്പം പിന്നെ ദർശിലുണ്ട് മുയിപ്പോത്ത് ഉസ്താദിനു. മുയിപ്പോത്ത് കുമ്മങ്കോട് കുഞ്ഞോതില്ലായിരുന്നൊരു നല്ല പണ്ഡിതനാ അയാൾ. ആടെ പഠിച്ചേ? അന്നേരം അവിടെ ലൈറ്റൊന്നുമില്ല, ഈ ചിമ്മിണികളൊക്കെ വെച്ചിട്ട് ഒക്കെയാണ് കത്തിക്കൽ. ശരി. ചിമ്മിണികളൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ തിരിയോ? തിരികെ ഇവർക്ക് നോക്കാൻ വേണ്ടി ഒരു പാനൂസ് കോയിലുള്ള വിളക്കുണ്ട്, ബാക്കിയുള്ളവർക്ക് ഒരു ചിമ്മിണി പോകണ്ട. ഈ എന്താ ചില്ലിന്റെ അതിൽ ഒരു വിളക്ക് വെച്ചിട്ട് 4-10 ചില്ലാണ്, അതിന് നടുവിലൊരു നാളെ വിളക്ക് വെച്ചിട്ട് ശരി അങ്ങനെ ഓതണം. അങ്ങനെയുണ്ടാ പള്ളിയില്ലേ? ലൈറ്റൊന്നുമില്ല, ലൈറ്റെല്ലാം വീലേറ്റം വന്നല്ലേ. അന്നത്തെ സൗകര്യം ഇന്നത്തെ സൗകര്യം വെച്ച് നോക്കിയാൽ ഒരുപാട് ഭയങ്കര മാറ്റം അല്ലേ? തലക്കാണി ഒന്നുമില്ല. തലക്കാണി കീറിയ പായ എടുത്തിട്ട് ചുരുട്ടി വെക്ക. തലക്കാണി കീറിയ പായ എടുത്തില്ല, കീറിയ പായ ഉണ്ടാവുമല്ലോ, അപ്പൊ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചാക്കിന്റെ വീടുകൾ കെട്ടി. അതുകൊണ്ട് സംഭവം നമുക്ക് ഇപ്പൊ ചിരി വരുന്നുണ്ടെങ്കിലോ ഭയങ്കര സംഭവമല്ല അതല്ലോ. ശരി. അപ്പൊ ആ ദർസിൽ അങ്ങനെ ജീവിച്ചു അല്ലേ? മൊത്തം ദർസിലിന് 6 കൊല്ലം. എത്ര കൊല്ലം പഠിച്ച മൊത്തത്തില്? 5-8 കൊല്ലം പഠിച്ചു. കൊണ്ട് മേപ്പലാശ്ശേരിന്റെ പോയി വേറെ പിന്നെ ഒരു കൈപ്പുറത്ത് പഠിച്ചു. ഇങ്ങനെല്ലാം കൂടി അന്നതിന്റെ ശേഷം അവിടെ വെള്ളം വന്നാല് കുട്ടിയൊക്കെ ചോറി കേടേം പോയിക്കൂടാ. അന്നേരം ഉസ്താദ് എന്ത് ചെയ്യുന്ന
സ്റ്റൗമ്മല് അകത്ത് ചോറും വെക്കും. തന്നെ ഉസ്താദ് തന്നെ വെക്കും. എന്നിട്ട് ഇല വായൻ്റെ എല്ലാം വെട്ടിക്കൊണ്ട് പറ്റി ഇങ്ങനെ പിരിച്ച് ഡെയിലി ഇങ്ങനെ തിരിയും. അതിങ്ങനെ ചെരിഞ്ഞിട്ട് എല്ലാവരെയും വട്ടത്തിൽ എത്തിയാൽ മതി. അങ്ങനെയാ. അതെല്ലാം ഉസ്താദ് എല്ലാ പണിയും ഉണ്ടാവും. എടുക്കും ചായ വെച്ചും ചോറ് വെക്കും. ഉസ്താദ് തന്നെ നല്ല ഉഷാറാ. ശരിക്കും മാതൃകാ പണ്ഡിതന്മാരല്ലേ? തന്നെയല്ല, മുടി കളഞ്ഞു കൊടുക്കും കുട്ടികളെയാ. അവിടെ കത്തിയും കല്ലെല്ലാം ഉണ്ട്. എന്നിട്ട് ഓറ് പടിയുമ്പോൾ കൊത്തിരിക്കും, വിവരം മുറ്റത്ത് നിർത്തും. ഉസ്താദ് തന്നെയാ? ഉസ്താദ് തന്നെയാ. മുടി നല്ല ഉഷാറാ. കുട്ടികൾക്ക് പുറത്തു പോയിട്ട് മുടി വെട്ടണ്ട. പൈസ ഉണ്ടായില്ല. പൈസ ഉണ്ടായില്ല. ഞാൻ ഉസ്താദ് ചങ്ങരോത്തേക്ക് വരുമ്പോ എന്റെ പറയാ ഞാൻ പോരുന്നെന്ന് പറഞ്ഞെങ്കിൽ പോരും. ചങ്ങരോത്തേക്ക് വരുമ്പോ? ചങ്ങരോത്ത് കാതിയാണല്ലോ അയാള് ഉസ്താദ്. ഇയാളിന് ആദ്യം കാതി മാണിക്കത്തമ്മില്ലായിരുന്നത്. ഷീന്റെ അമ്മോശനാണല്ലോ ഇവിടെ ആക്കിയ. അന്നേരം ഞാൻ വരുമ്പോ അന്ന് എന്റെ ഭക്ഷണമെല്ലാം കിട്ടും. ഓറോടി പോയാല് അധികം ഭക്ഷണം കിട്ടും. പെരുന്നാൾ തന്നെ. അത് ശരി. അങ്ങനെ ദർസിൽ ഒരുപാട് കാലം പഠിച്ചു. 5-8 കൊല്ലം അല്ലേ? അത് പണ്ടത്തെ ദർസ് തന്നെയാണ് അല്ലേ? അന്നത്തെ ദർസു അന്നത്തെ മുതൽ തുടങ്ങിയിട്ട് അങ്ങനെ എല്ലാ കിതാബും പിന്നെ മീസ അന്നേരം അസിൽ വെക്കണ അസിലു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു തെർക്കീബ് ആക്കണം. ഗ്രാമർ ഇതെല്ലാം പറയണം. അതെല്ലാം പറയണം. കിതാബ് വായിപ്പിക്കും എല്ലാം. അപ്പോ പിന്നെ അങ്ങനെ ദർസ് പഠിച്ച് ഏകദേശം 21-22 വയസ്സായാലോ മദ്രസയിലേക്ക് എത്തി. മദ്രസയിലേക്ക് നിങ്ങൾ മദ്രസ പോയി നിന്നോ എന്ന് ആരെങ്കിലും പ്രത്യേകം പറഞ്ഞോ ഉസ്താദ്? ഞാനിപ്പോ ഉമ്മ മരിച്ച് അന്നേരം അമ്മ 1964 അപ്പൊ ഉമ്മ മരിച്ചു എന്നിട്ടും പോയി ഓതാനൊക്കെ. അന്നേരം ശേഷം 65 വിവാഹം കഴിച്ചു. അന്നേരം ശേഷം ചെയ്ത് ചാമക്കാലിൽ കുഞ്ഞമ്പില്ലാറ പറഞ്ഞ് നമ്മൾ മാനസിനെടുത്ത പണിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഓതാൻ പോകാൻ നടക്കൂല, അമ്മയും മരിച്ചിങ് കൊണ്ട് ഇവിടെ മനസ്സിൽ നിന്നോട്ട് വന്നു. അങ്ങനെ 15 റുപ്യ മാസത്തില് കടിങ്ങാട്ട് ഒരു കൊല്ലം വരെ 15 റുപ്യാണ്. പിന്നെ കുഞ്ഞാലും വലിയ ഒരു കൊല്ലം പറഞ്ഞിട്ടാണ് എഴുതി കൊടുത്തിട്ട് 17 ആക്കി. 17. അപ്പൊ അയാളാണ് മദ്രസിന് ആദ്യമായിട്ട് നിപ്പിച്ച്. അപ്പോ അന്ന് 17 റുപ്യ ശമ്പളമാണെങ്കിലും മറ്റു സാധനങ്ങൾക്ക് അത്രയൊക്കെ വില ഉണ്ടാവും. 1 കിലോ അരിക്കുകയെല്ലാം ഇപ്പോഴത്തെ 50 പൈസ ഉണ്ടാവും ഒരു ദിവസത്തേക്ക്. 5 റുപ്യ എന്ന് പറയുമ്പോ അതെ അന്നേരം മറ്റേ 8 റുപ്യ എന്നല്ലേ 16 അണക്ക് 1 റുപ്യ അങ്ങനത്തെ 8 ഒരു ദിവസത്തേക്ക് 8. അപ്പൊ ഏതായാലും അങ്ങനെ മദ്രസയില് തുടങ്ങി. ഇപ്പൊ ഈ അടുത്ത കാലത്ത് 2023 ഹജ്ജിന് പോയ സമയത്ത് മദ്രസ നിർത്തിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാല് അന്നത്തെ മദ്രസ സൗകര്യം ഇന്നത്തെ മദ്രസ സൗകര്യം വലിയ വ്യത്യാസമുണ്ട് അല്ലേ? വലിയ വ്യത്യാസമുണ്ട് അല്ലേ? പിന്നെ മദ്രസയില് കുറെ കാലം നിന്നല്ലോ. അപ്പൊ നിന്ന് ആ കാലത്ത് എന്തെങ്കിലും രസകരമായ എന്തെങ്കിലും നമ്മളെ ചില കാര്യം രസകരമായ കാര്യം നമുക്ക് മനസ്സിലെപ്പോഴും ഓർമ്മ ഉണ്ട്? അങ്ങനെ എന്തെങ്കിലും കാര്യം ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലും കാര്യം കുട്ടികളതോ? അല്ല, 1-ാം ക്ലാസ്സിൽ നിൽക്കുമ്പോ ഒരു കുഞ്ഞിനെ ആബിദങ്ങളെ മോനെ വടിയെടുത്ത് അടിച്ചിട്ട് അവിടെ കൊണ്ടുവരാം മൂത്തുവാൻ. അപ്പാട് ഓന് ഇനി വെറുപ്പ മനസ്സിൽ ബിരിയാനൊക്കെ ഞാനല്ലോ വരിക. അവനൊരു ദിവസം പറയാ, ഞാനെങ്ങാൻ അള്ളാഹയാണെങ്കിൽ ആദ്യം മാറ്റി വെള്ളിയാഴ്ച ദിവസം ഇത് നശിപ്പിക്കും മദ്രസ. വെള്ളിയാഴ്ച ദിവസം അതിനാ അത് കുട്ടികളൊന്നും ഇല്ലാത്ത ദിവസമല്ലേ ഓര് പോയി. അതുകൊണ്ട് വെള്ളിയാഴ്ച പിന്നെയോ ആദ്യം തന്നെ ഉമ്മാനിപ്പാന് നരകത്തിലും കിട്ടിയ കുഞ്ഞെ. എന്നിട്ട് കുറെ കഴിയുമ്പോൾ ഞാനും കാറ്റും എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പറഞ്ഞിങ്ങനെ ചെറിയ അതെപ്പോഴൊരു ഓർമ്മയല്ലേ? അത് ഓർമ്മയുണ്ട്. അല്ല, ഈ ആ ചെറിയൻ ഇപ്പൊ എവിടെയുള്ളത്? ഭയങ്കര ഉഷാറല്ലേ? ഉഷാറായി ചെറുപ്പത്തില്. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും, ചെറുപ്പത്തിൽ ഭയങ്കര വർത്താനം വീതിയെല്ലാം ഉണ്ടാവും, പക്ഷെ വലുതായാല് ഭയങ്കര അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് അല്ലേ? അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ
നമുക്ക് പിന്നെ എന്താ പറയാ ചില സംഗതികൾ ഉണ്ടാവും. ഇപ്പോൾ മറന്നു പോകാത്ത നമുക്ക് എന്താ പറയാ ഒരു പ്രയാസകരമായി ഉള്ള ചില കാര്യങ്ങളുണ്ടാവും. മറന്നു പോകാത്ത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ച് അല്ലെങ്കിൽ കുഞ്ഞിന് അങ്ങനെ പറ്റി അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ഇങ്ങനായി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും? അങ്ങനെ ഒരു അബദ്ധങ്ങളൊന്നും പറ്റിയില്ല. ഞാൻ അടിച്ചിട്ടോ ഒന്നുമില്ല, ഒരാൾ വന്ന് ചോദിക്കുവോ ഒന്നുമില്ല. കാലം വരെ ഒരു സംഭവം ഉണ്ടായിക്കില്ല. സംഭവം ഉണ്ടായിക്കില്ല. ഭയങ്കര തൗഫീഖാണ് അല്ലേ? അടിച്ചു കഴിഞ്ഞ് എന്താ അടിച്ചെന്ന് അത് ചോദിക്കാനോ അറിയാനോ അങ്ങനെ അടിക്കലും അടിക്കലുണ്ട്. അന്ന് അടിയോ. പിന്നെ നിങ്ങൾ ഈ 1ാം ക്ലാസ് തന്നെ സ്ഥിരമായിട്ട് നിന്ന്? ഞാൻ ഫസ്റ്റില് 2ാം ക്ലാസ്സിലാണ്. ഫസ്റ്റില്? ഫസ്റ്റ് 2ലാ അന്ന്. പിന്നെ ഒന്നിലായത്. അതെ. ഇപ്പൊ കണ്ടോത്തമ്പത് വലിയ കുട്ടി അല്ലേ? കണ്ടോത്തമ്പത് മാളികണ്ടിയിലെ ബഷീർ കുഞ്ഞുമ്പതൊക്കെ രണ്ടില്. പിന്നെ ഒന്നിലേക്ക് മാറി. ഒന്നിലോ രണ്ടിലോ ഒരു രസമുള്ള പഠിപ്പിക്കാൻ 1ലാ രസം. അതിന്റെ കാരണം ഒരു പാട്ടും പണ്ടത്തെ പാട്ടുകളും പാടി. കുരുത്തക്കേടന്നിലേറി കോട്ടപ്പാടിക്ക് മാറി കൊണ്ട് കടവിലെത്താൻ ബസ് ഞാൻ കയറി. എന്റെ കുപ്പായത്തിന്റെ മാറും കീശയും കീറി. വണ്ടിയിൽ ആൾ നിറഞ്ഞു, വണ്ടികൾ നിന്നുലഞ്ഞു. വയസ്സം കണ്ടിട്ട് വന്ന് റേറ്റ് പറഞ്ഞു. ബസ് വെള്ളം കൂടി കഴിഞ്ഞു, വേഗമിൽ പാഞ്ഞു. ഓരോ പാട്ടാണല്ലേ? പാട്ട് ഇപ്പോഴും നിങ്ങള് പിന്നെ ഞാനിവിടെ വന്ന സമയത്ത് 1ാം ക്ലാസ്സിലുള്ളപ്പോ നല്ല പാട്ടൊക്കെ പാടലുണ്ട്. കുട്ടികൾക്ക് ഇപ്പോ പിന്നെ നബീനെ കുറിച്ചുള്ള പാട്ട് അല്ലെ, ഇസ്ലാമിന്റെ പാട്ട്, ഇതൊക്കെ അതെല്ലാം പാടും. അപ്പൊ 1ാം ക്ലാസ്സിൽ അതുകൊണ്ടാന്നൊരു രസമുള്ള രസം പാട്ട് പാടി കൊടുക്കും. നമ്മുടെ നബിയവരാരാണ്? മുത്ത് മുഹമ്മദ് നബിയാണ്. ഉമ്മ ആമിന നബിയാണ്. അബ്ദുള്ള ഉപ്പയുമാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം എന്നുള്ള പാട്ടൊക്കെ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിയെ ഉഷാറിൽ പാടും. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മള് പിന്നെ ഈ 1ാം ക്ലാസ് പിന്നെ ഇബ്രാഹിം ഉസ്താദ് ഇത്രയും കാലം 10, 55, 56 കൊല്ലം 2ാം ക്ലാസ്സിലും ഉണ്ട്. 1ാം ക്ലാസ്സിലാണ് ഭൂരിഭാഗവും. 2ാം ക്ലാസ്സിൽ എത്ര കൊല്ലം? 2ാം ക്ലാസ്സിൽ ഒരു കൊല്ലം തന്നെയാണ്. ഒരല്ലോ. അപ്പോൾ 1ാം ക്ലാസ്സിൽ ആളില്ലാത്തവരെ കണ്ടിപ്പോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, അപ്പോൾ ഈ മദ്രസയിൽ അന്ന് പഠിപ്പിച്ച് നമ്മളെ പള്ളിയിലും ബാങ്ക് കൊടുക്കുന്ന ഇമാമുക്കുന്നൊക്കെ ചെയ്യുന്നില്ല, ഇന്ന് തുടരുകയാണ്. അപ്പൊ ഇതില് ഭയങ്കര സംതൃപ്തിയുള്ളത് അല്ലേ? പള്ളിയില് കൃത്യസമയത്ത് ചേരുക ഭയങ്കര ഒരു സന്തോഷമായ കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചാല്, പിന്നെ ഒരുപാട് ഉസ്താദ്മാര് ഇപ്പൊ മദ്രസയില് നിങ്ങൾ നിന്ന കാലഘട്ടത്തിൽ വന്നു പോയിക്കില്ലേ? കുറെ ദിവസം വരെ പോയിക്കില്ലേ? അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും ബന്ധമുള്ള എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ഉസ്താദ് ആരാ പ്രധാനമായിട്ട് ഉള്ള ഞങ്ങളെ പന്തപ്പിലാക്കൂൽ കുഞ്ഞോത് ചേർന്നലി അയാൾ ഉണ്ടായിരുന്നു മദ്രസയില്. അയാൾ പോയി തിരുവനന്തപുരക്കാരനാ. അയാളാണ് ആദ്യം തന്നെ മറിച്ച് അയാളെ ചെതറേനും. അപ്പൊ മറിച്ച് 3-ാം ദിവസം തന്നെ എന്നോട് MSR എടുക്കാൻ പറഞ്ഞു. MSR എടുത്ത് അയാളാണ് അതിന്റെ പിന്നിലുള്ള. അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായി അല്ലേ? അതെ. ആദ്യം തന്നെ MSR എടുത്തുകൊണ്ട് സർവീസ് ആനുകൂല്യങ്ങള്, എന്താ മറ്റേ ഗ്രാറ്റുവിറ്റി എല്ലാം കിട്ടി. അപ്പൊ അന്ന് അയാളെ ജയിപ്പിച്ചേ. അതെ. അപ്പൊ എപ്പോഴും മൂപ്പര് ഓർമ്മയാണ്. എന്താണെന്ന് വെച്ചാല് ഒരു കാര്യം ജയിപ്പിച്ചേ. പിന്നെ അതിന്റെ മുമ്പ് ഒരു STP മൊയ്തീൻകുട്ടി മര്യാദണ്ടായിരുന്നു. STP വെച്ചാല് ചെങ്ങരത്ത STP പറയാൻ അങ്ങനെ മൊയ്തീൻകുട്ടി. അപ്പൊ ഇവിടെ അന്നത്തെ കാലം ഒരു മലയാളം മര്യാദയ്ക്ക് വായിക്കുന്നവരാരുമില്ല. അപ്പൊ ഇയാളെ നോക്കി ഓരോരുത്തർ വരും. ഇയാൾ മദ്രസ സ്കൂളിൽ എൻ്റെ ഇടയിൽ പോകണം, മദ്രസ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇത് വായിക്കണേ, മേനോൻ്റെ അടുത്തോണേ, അധികാരിൻ്റെ അടുത്തോണേ ഒക്കെ ഇയാൾ വായിച്ചു കൊടുത്തിട്ട് വലിയും കൂട്ടി പോവുക. അത്രയും ആളില്ല ഇവിടെ. അന്ന് ഒരു ടെലിഫോൺ വന്നാൽ എൻ്റെ വണ്ടിയില്ലേനോ, അത് വന്നാൽ അത് വായിക്കാൻ വേണ്ടി കരിങ്ങടി ചങ്കൻ്റെ അടുത്താവുക ഒന്നല്ലെങ്കിൽ ഓനാ ഇത് പറഞ്ഞു കൊടുക്കുക. ഇന്നെടുത്തുനിന്ന് വിളിച്ചു, ഇന്നെടുത്ത് പോകണം സമയത്ത് ടെലിഫോൺ. എൻ്റെ പേരെന്താ? ലാൻഡ് ഫോൺ നമ്മളെ ഇങ്ങനെ വെച്ച് റിസീവറുള്ള. അതല്ല
ടെലിഫോൺ വന്നിരിക്കുന്ന ഒരു കള്ളാസ് വരില്ല പെട്ടെന്ന്. അതിന് മുമ്പ് ഫോണില്ലാത്ത കാലത്ത് അന്നേരം അത് എന്നിട്ട് ഓൻ്റെ അടുത്ത് പോയി ഇതെന്താന്ന് നോക്കിയിട്ട് ഓൻ പറഞ്ഞു തരും. ഞങ്ങൾ 4 മണിക്ക് ഇന്നടത്തിലെത്തണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങളെ പങ്കൾ വരുന്നുണ്ട്, വണ്ടി ഓഫീസിൽ നിങ്ങൾ പോകണം, അതാ ടെലിഫോൺ. അപ്പോ ഇപ്പൊ നിങ്ങൾ ഹജ്ജിന് പോയി, ഗൾഫിലൊക്കെ പോയിക്കല്ലോ. അപ്പൊ അന്ന് പിന്നെ ഹജ്ജിന് പോയ ഫസ്റ്റിൽ പോയ എല്ലാം ഫ്ലൈറ്റിന് തന്നെയാ പോയത്? ഫസ്റ്റിൽ പോയത് ഇയാള് കപ്പൽ യാത്ര ചെയ്തോ? കപ്പലില്ല, ഇല്ല. ആദ്യം കോഴിക്കോട്ട് നിന്ന് മദ്രാസിലേക്ക് വണ്ടി, അവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലൈറ്റില്ല, അങ്ങനെ പോയത്. മറ്റേ ബാക്കിയൊക്കെ കപ്പൽ യാത്ര ഉണ്ടായില്ല? ഇല്ല, കപ്പലിൽ പോകണോ പോയിക്കില്ല. കപ്പലിന് പോയിട്ട് ഹജ്ജ് ചെയ്ത് ആരെങ്കിലും നമ്മളെ ഇവിടെ ഉണ്ടോ കടിയങ്ങാട്? കപ്പലിന് പോയി ഉണ്ട് നമ്മളെ പണ്ടത്തെ മലയാളക്കണ്ടി മൈദീനാജി കപ്പലിൽ പോയി. പിന്നെ ഒപ്പരം പോയാലെല്ലാം കപ്പലിനാ പോയി. നോമ്പിനെ പോകും. മാക്കോൽ കുഞ്ഞോളാജും പോയിക്കുന്നു. നോമ്പിനെ പോണം അത്. കപ്പലിന് അങ്ങോട്ടെല്ലാം കുത്തിരിക്കണ്ടേ. അപ്പൊ അല്ല, ഇവിടെ കടിയാൻ മനസ്സിൽ കൂടുതൽ കാലം നിന്ന ഉസ്താദാരാ നമ്മളെ ഈ മദ്രസയിൽ? സദറായിട്ടോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും രീതിയിൽ കൂടുതൽ കാലം? കൂടുതൽ കാലം നിന്നത് നമ്മളെ ഇപ്പം മറ്റുള്ളവരെല്ലാം കുറെ അങ്ങ് പോകും. ആദ്യത്തെ അയാളെല്ലാം, പിന്നെ ഹംസജാർ കുറച്ച് നിന്നക്ക്, കുഞ്ഞാലമ്മജാർ കുറച്ച് നിന്നക്ക്. അതിൽ ഏറ്റവും കൂടുതൽ നിന്നത് നമ്മളെ കരീം ദാരിമി ആക്കോ, അയാൾ 18-19 അയാൾ സദറായിട്ടും പള്ളിയിലൊക്കെ ആദ്യം മദ്രസയിൽ സദറും. അപ്പൊ കരീം ദാരിമി ഇവിടെ ഇപ്പം കുട്ടികൾക്ക് നല്ല പരിചയമാണ് അല്ലേ? പിന്നെ ഇപ്പോ നിങ്ങൾ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു 10, 40, 50, 60 വയസ്സായ ആൾക്കാർ ഇപ്പോ ഇല്ലേ അല്ലേ? അതുപോലെ ഇപ്പൊ ഗൾഫിലുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തില് വലിയ ഉദ്യോഗങ്ങളുള്ള കുട്ടികൾ ഇപ്പൊ ഗവൺമെന്റ് ആരാന്ന് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ശമ്പളമൊക്കെ വാങ്ങിട്ട് ഉണ്ട്. പടിഞ്ഞാറേൽ 50 ഭാഷയിലാണ് ഞാൻ പഠിപ്പിച്ച. അത് ശരി. ഞാൻ പഠിപ്പിച്ച കൂട്ടത്തില് ഇതാ സൂപ്പിയൊക്കെ ഞാൻ പഠിപ്പിച്ച നമ്മളെ ഇപ്പൊ മുലിയാറായിട്ട് മൂപ്പരുണ്ട്. വേറെ മുലിയന്മാർ ആരൊക്കെ ഉള്ളത്? വല്യന്മാരൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ എല്ലാ മേഖലയിലും കുട്ടികളുണ്ട്. പൈസയുണ്ട് അല്ലേ? ഗൾഫിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. നമ്മളെ ഞാൻ പഠിച്ചു. പഠിപ്പിച്ച പിന്നെ ഞങ്ങളെ പിയാപ്ലൈ മാറി അല്ലേ? അപ്പൊ ഏതായാലും അതൊക്കെ ഒരു നിയോഗമാണ്. പിന്നെ ഇന്നിപ്പോ നമുക്കറിയാം സമസ്തയുടെ വലിയ ചർച്ച നടക്കുകയാണല്ലോ. സമസ്ത ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം അല്ലേ? കഴിഞ്ഞ ഏതെങ്കിലും വാർഷികങ്ങൾ പങ്കെടുത്തിനോ? 90 വാർഷികം പോയിനു. ഇപ്പൊ നിങ്ങൾ എല്ലാ വാർഷികത്തിനും എല്ലായിടും എത്തലുണ്ട് അല്ലേ? അതൊരു തോഫീക്കാ അല്ല പ്രൈസ. അന്നേരോ നിങ്ങൾ ഈ സമ്മേളനത്തിന് സംസ്ഥാനത്തെ എല്ലാ കാര്യത്തിനൊക്കെ ഇങ്ങനെ പങ്കെടുക്കുന്നതിന് എന്താണ് അതിൻ്റെ ഒരു നിങ്ങളെ മനസ്സിലുള്ള ഒരു ചിന്ത എന്താണ്? അതുകൊണ്ട് എന്താന്ന് അതിൽ കിട്ടുക? എനിക്ക് സംസ്ഥാനോട് വളരെ ഇഷ്ടമാണ്. അത് പണ്ഡിതന്മാരെ സംഘടനയാണ്, അതിൽ പോകണം. ഞാനെപ്പോ കൈനിരത്തിലോടും പോവുകയും ചെയ്യും. പോകുന്ന കൊണ്ടുള്ള നേട്ടങ്ങള് വലുതായ പങ്കെടുക്കുക, അതാക്കാം. അത് നല്ലതാണല്ലോ. അതെ, വലിയ പണ്ഡിതന്മാരെ നേരിട്ട് കണ്ടല്ലേ? ഞാന് എപ്പോഴും ഒരുപാട് വട്ടം കണ്ടു. ഞാൻ കയ്യെല്ലാം പിടിച്ച സ്ഥലം ഒരിക്കൽ കരിങ്ങാട്ട് പള്ളിയിൽ, അന്ന് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരാം, ഞാൻ ഇങ്ങോട്ട് വരാം. അപ്പൊ അയ്യോയില് കൈയടിച്ച് അല്ലാണ്ട് തന്നെ ഇവിടെ പോത്തമ്പരാജ് ഇവിടെ കൊണ്ടുവന്നിക്കാനും ഈ ഇവിടെ പള്ളി തെക്കേത്തെ കടവ് അന്ന് അപ്പരാജ് ഭക്ഷണം കഴിച്ച്. അങ്ങനെ വ്യക്തിപരമായിട്ട് ബന്ധങ്ങള് കണ്ണിയത്ത് ഇവിടെ മാക്കൂട് വന്നു. അല്ലാണ്ട് തന്നെ ഞാൻ യോഗത്തിനെല്ലാം പോകുമ്പോ ഓരോ പള്ളിയിൽ ഓലങ്ങി ഇരിക്കുമ്പോ ഒരു സലാഞ്ചലി ഓലൊക്കെ ഭയങ്കര ഒരു പെരുമാറ്റം, ഇതൊക്കെ ഭയങ്കര സൂക്ഷ്മമായതല്ലേ? ആവശ്യമായ വർത്തമാനങ്ങൾ മാത്രം പറയുന്ന അങ്ങനല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചത് കേട്ടത്. അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ 90ാം വാർഷികം പങ്കെടുത്ത് ഇനി 100ാം വാർഷികം വരികയാണല്ലോ. പോണം. അപ്പോൾ 100ാം വാർഷികം പോകണം എന്നുള്ള അതിയായ ആഗ്രഹത്തിലുള്ളത്. ഇപ്പൊ ഈ അടുത്തൊരു 100 പതാക ഉയർത്തില്ലേ? അതിൽ നമ്മളെ കുട്ടികളൊക്കെ നിങ്ങളെയാണ് എന്താക്കിയത്, ആ കർമ്മം ചെയ്യിപ്പിച്ചത്. അത് നിങ്ങൾ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടെന്ന് വെച്ചാല് സംസ്ഥയോടുള്ള ഒരു ബന്ധമാണ്.
അതുപോലെ പിന്നെ ബ്രൈസ് നമ്മൾ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ബ്രൈസ് മുസ്ലിം ലീഗിലാണുള്ളത്, അന്നും ഇന്നും മുസ്ലിം ലീഗാണ് അല്ലേ? ആ മുസ്ലിം ലീഗ് തന്നെ ആ മുറുകെ പിടിക്കാനുള്ള കാരണം എന്താ? അതിന് വാപ്പയ്ക്ക് തങ്ങളുടെ ബഹുമാനം. വാപ്പയ്ക്ക് തെങ്ങെന്ന് പറഞ്ഞാൽ അന്നേരം നമ്മളോട് പറഞ്ഞ മുസ്ലിം ലീഗിൽ വോട്ട് ചെയ്യണം, ഇതാക്കണം, അതാണ്. അപ്പം തങ്ങളെ വാക്ക് നമ്മൾ അനുസരിക്കുക. അതെ, അതിൽ ബന്ധപ്പെട്ട ആളല്ല. അതെ, ഓരാണ് ഓരോ ലീഗിന്റെ വളരെ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ നമ്മളെന്ത് ചെയ്യും? ചെറുപ്പത്തിലെ ലീഗായി. ചെറുപ്പത്തിലെ ലീഗും അതിന്റെ പ്രവർത്തനമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാത്തിനും കൂടെ ഉണ്ട്. സ്വന്തമായിട്ട് ചന്ദ്രിക വരുത്തൽ ഞാനാ. ഞാൻ മനസ്സിൽ പഠിക്കുകയും കുറച്ച് പൈസയുള്ളൂ, എന്നാലും ചന്ദ്രിക വരുത്തും. കൊല്ലത്തേക്ക് പൈസ അടച്ചിട്ട് ഇപ്പൊ ഉണ്ട്. സുപ്രഭാതം. അന്നേരം എത്ര കൊല്ലായി ചന്ദ്രിക? ഒരുപാട് കൊല്ലായി, ഒരുപാട് കൊല്ലായില്ലേ? മാഷാ അല്ലാഹ്. അപ്പൊ അന്ന് പിന്നെ അന്നുള്ള നമ്മളെ ബാപ്പക്ക് തങ്ങള്, പൂക്കോയത്തങ്ങള്, പൂക്കോയത്തങ്ങളല്ലേ ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ പോയി കാണുകയൊക്കെ ചെയ്തു. ലീഗ് രാഷ്ട്രീയത്തില് ഏറ്റവും വലിയ സജീവമായ പ്രവർത്തനം നടത്തില്ല നിങ്ങളെ ഓർമ്മയില് അന്നല്ലോ? ഞാൻ ലീഗിന്റെ വളണ്ടിയറായി. ലീഗിന്റെ വളണ്ടിയറോ? നമ്മള് വളണ്ടീസ് ലെഫ്റ്റ് റൈറ്റ് എന്നെ പറഞ്ഞിട്ട് ചേട്ടൻ നമ്മളെ ഖാലിദാക്ക, നമ്മളെ ഖാലിദാക്ക അതിലുണ്ട്. ഞാനും അടുത്ത് കുഞ്ഞുമതും മറ്റേ ഇവിടെ ഒരാളുണ്ടായിരുന്നു. രാത്രിയാണ്. അപ്പൊ അന്നും രാഷ്ട്രീയം ഒന്നാണ്, ഇന്നും ഒന്നാണ്. അത് നമ്മളെ പാരമ്പര്യം. മാഷാ അല്ലാഹ്. അപ്പോ മദ്രസയിൽ പഠിപ്പിച്ചിങ്ങള്, മദ്രസയിൽ പഠിച്ചത് എവിടെയാ? മദ്രസ പഠിച്ച ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം മദ്രസയില്ല ഞാൻ പഠിക്കുമ്പോ. ഒരു ഓത്തുവര പള്ളിക്കൂടം വട്ടത്തില് മദ്രസ ഇല്ല. ഇബ്രാഹിം വലിയാർ, പറമ്പത്ത് ഇബ്രാഹിം വലിയാറാ അന്നിവിടെ. അപ്പൊ അന്ന് ഓത്തുവരയിൽ പോയിട്ട് ആണെന്ന് പഠിക്കണം. ഓരോ സുഹൃത്ത് വേറെ ഒന്നുമില്ല, ഇതെല്ലാം പറഞ്ഞു തരാണ്. ബുക്കൊന്നുമില്ല. ഇസ്ലാം കാര്യമാന് പറഞ്ഞു തരും, നമ്മുടെ നബീന്റെ പേരൊക്കെ പറഞ്ഞു തരും, എല്ലാം പഠിക്കും. അങ്ങനെയാ. പിന്നെയാണ് ആദ്യം എനിക്ക് അറബി മലയാളം തന്നെ അറിഞ്ഞുകൂടിയിരുന്നു. അറബി മലയാളത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്പിയത്തെ അങ്ങോട്ട് പോയാലോ, അടുത്ത ഒരു ചെലപിടിക്കാരൻ കാക്ക ഒരു ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അയിലി മലിക്കുൽ ഇതിൻ്റെ ഓരോ ചരിത്രമുണ്ട്. ആ ചരിത്രം വായിച്ചു കൊടുക്കാം. അയാൾക്ക് വായിച്ചു കൊടുക്കണം, എന്നാൽ എനിക്ക് 10 റുപ്യ വരും. അത് വായിച്ചു കൊടുത്താൽ അയാൾ ഇങ്ങനെ കേൾക്കും. അയാൾക്ക് ഇങ്ങനത്തെ എല്ലാം കേൾക്കണം. അപ്പം അത് അങ്ങനെ അറബിയിലാണ് പിന്നെ പഠിച്ച് ഇവിടുന്ന് കുറച്ചെല്ലാം പിന്നെ വാപ്പ മുലിയാറാ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം പള്ളിയിലുണ്ടേനു. അന്നേരം ജുമായില്ല, പേര് അമ്മദില്ലാർ, എരപ്പക്കുടി, ചോലേരി അമ്മദില്ലാർ എന്ന് പറയും. എരപ്പക്കുടി വാപ്പ മുലിയാറാണ്. അവർ പാരമ്പര്യമുണ്ട്. വെറുതെയെല്ലാം പറയുന്ന ആളല്ലേ വേദന. ഉമ്മ ആരമള ഉമ്മാന്റെ നാട് ഇവിടുത്തെ ഊരത്ത് കൊരട്ടിയത്ത് എന്നറിയാം. എവിടെയായിരുന്നു? ഇപ്പമല്ല, വല്ലട്ടിലേനു, ചോലേരി എന്നറിയും. ആടുന്ന് പോന്ന സ്ഥലം അന്നേരം എന്തെന്നറിയാം വരാൻ കാരണം. ഉപ്പ ആദ്യം ഇവിടെ സനാബി ഉണ്ടേനു. അതില് ബാങ്ക് കൊടുക്കലും സ്കരിക്കലും ഇമാത്തൊക്കെ എടുക്കലും. അന്നേരം എന്ത് ചെയ്ത് നെല്ലോടും കണ്ടി അമ്മതാക്കെല്ലാം എന്ത് ചെയ്ത് ഇവിടെ സ്ഥലം വാങ്ങിക്കോളൂ പോലെ. അപ്പൊ അരപ്പക്കുടിയിൽ വാങ്ങി. അങ്ങനെ ബിരുമൻ എൻ്റെ ഏട്ടനും എൻ്റെ പെങ്ങളുള്ളൂ. ബാക്കി ഞാളെല്ലാം വിടുന്നുണ്ടായിരുന്നു. അത് ശരി. നിങ്ങളാണ് മുലിയാറായിട്ടുള്ളത് അല്ലേ ഈ ഒരു മേഖലയില്? അതെ. പിന്നെ ഇപ്പോ മൂസയും പോയി. പക്ഷേ അതിങ്ങനെ പിന്നെ വേറെ കാര്യം ഞാൻ നിങ്ങളെ കാണാന്ന് വെച്ചാല്, പിന്നെ എല്ലാവരും പറയലുണ്ട് നിങ്ങൾ ഇവിടെ നമ്മളിപ്പോൾ പേരാമ്പ്ര, അങ്ങരോത്ത്, കുറ്റ്യാടി, ബാലുശ്ശേരി, ഏകദേശം സ്ഥലങ്ങളിലും മരണ വീട്ടിൽ നിങ്ങൾ എത്തലുണ്ട്. അത് നിങ്ങൾ എന്താ പറയാ, അതിന് വേണ്ടി വല്ലാത്തൊരു താല്പര്യം കാണിക്കലുണ്ട്. എന്താണ് അതിന്റെ എന്താ അതിന്റെ ഒരു പ്രചോദനം? എന്തെന്നാ അതിൽ നിങ്ങൾ? അത് നല്ലതാണ്. മരണ വീട്ടിൽ പോവുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് മയ്യത്തുകാരത്തിന് സാധിക്കുന്ന തരത്തിൽ കൂടുക. ചിലപ്പോ സമയം തെറ്റിയിട്ട് നമുക്ക് എത്താറുണ്ടായിപ്പോ അങ്ങനെ പോകില്ല. അന്നേരം അറിയുന്നിടത്ത് നേരത്തെ സമയമുള്ളവരെല്ലാം പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോ നമുക്ക് എന്താവുന്ന ഒരു ബന്ധം ഉണ്ടാവും അല്ലേ? ബന്ധം ഉണ്ടാവുമ്പോ നമുക്ക് കൊണ്ട് ബന്ധമില്ല. ഒരു മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, മയ്യത്തുകാർ പങ്കെടുക്കൽ വളരെ ഗുണമുള്ള പുണ്യമുള്ള സ്ഥലം കാര്യമാണ്. അതെ. അപ്പൊ ആ വീട്ടുകാരോട് നമുക്ക് എന്തുണ്ടാവും?
ഒരു ബന്ധങ്ങളുണ്ടാവും. ഓലിമോളോട് ബന്ധമുണ്ടാവും. നമുക്കിപ്പോ ഇപ്പൊ മരിക്കാന്ന് പറയാൻ പറ്റില്ല. മരിച്ച ഓലല്ലൊരു പ്രാർത്ഥന ഉണ്ടാവുന്ന പ്രതീക്ഷ നിങ്ങൾ മനസ്സിലാക്കി അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മള് ഇപ്പൊ കടിയങ്ങാട് ഇപ്പൊ പിന്നെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് നടക്കുന്നത്, മദ്രസ നടക്കുന്നത്, ഇതൊക്കെ ഒരു എന്താ പറയാ നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് അല്ലെ? ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ നിങ്ങൾ നല്ല ബന്ധമാണല്ലോ, കുട്ടികള് ഖുർആൻ വന്ന്. അപ്പൊ പിന്നെ ഞങ്ങളിപ്പോ പിന്നെ എല്ലാ കുട്ടികൾക്കും എന്താക്കുന്നുണ്ട്, ഇപ്പോൾ വൈക്കലൊക്കെ കാണുന്ന കുട്ടികൾ മദ്രസയിലൊക്കെ ഇങ്ങനെ മുട്ടായി ഇങ്ങനെ കൊടുക്കലുണ്ട്. അവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എനിക്ക് ഓർമ്മയുണ്ടോ? ആ, മുട്ടായി ഒരു സന്തോഷമാണ്. അപ്പൊ അത് നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പണ്ടേ ഉള്ളതാണ്. അത് കുട്ടികളൊക്കെ പറയണ്ട, ഇബ്രാഹിം സാഹിബ് വരുന്നുണ്ട്, ഇബ്രാഹിം സാഹിബ് മുട്ടായി കിട്ടും. പിന്നെ നമ്മളെ നാടുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ജീവിതകാലം, പിന്നെ ഭക്ഷണം, കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിലിവിടെ എങ്ങനെയായിരുന്നു ചുറ്റുപാടുകളൊക്കെ, ഓരോരുത്തരെയും ജോലി സൗകര്യങ്ങൾ, വണ്ടി, ബസ്, ഇതൊക്കെ എങ്ങനെയായിരുന്നു? ബസ്സും വണ്ടിയൊന്നും ഇല്ലായിരുന്നു ഗൾഫിൽ തുടങ്ങിയതിന്റെ ഒന്നുമില്ല. ഭക്ഷണ കാര്യങ്ങളൊക്കെ പ്രയാസം പറഞ്ഞാല് ഭക്ഷണത്തിന് ഞാനങ്ങ് പറയ പോക്ക് എന്തെങ്കിലും ആവശ്യം മൊത്തത്തിൽ നാട്ടില് പ്രയാസം ഒന്നുമില്ലാണ്ട്. പിന്നെ അല്ല, ഇവിടുന്ന് പേരാമ്പ്രക്ക് നടന്നുപോയി ഓരോ കച്ചവടമൊക്കെ ചെന്ന് പറഞ്ഞേക്കാലോ നടന്നു നോക്കാം. ആ, ഈ നമ്മളെ ഇലകൾ ഇതൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകും. ഇവിടുന്ന് ഹിഫ്ള് കോളേജിൽ ഞാൻ ആദ്യം ഇരുന്ന് അബ്ദുറഹ്മാൻ കൊടുവള്ളി, അബ്ദുറഹ്മാൻ അല്ലാർ ഇവിടെ ഹിഫ്ള് അടുത്ത മദ്രസയില് ഇവിടെയാ. അപ്പൊ അതിന് ഞാനും അബ്ദുല്ലാറും ഉണ്ടേനും, സീക്കാറിലുണ്ട്. അബ്ദുല്ലാറും ഞാൻ എന്ത് ചെയ്തി, ഞാനങ്ങ് തോറ്റുപോയി ചെറിയ മാർക്കിന്. അപ്പൊ എന്ത് ചെയ്തി, ഇവിടുന്ന് പോയ പാടും പേരാമ്പ്രയാ കൊടുക്കുന്നത്. അവിടെ പോയി അവിടെ പോയി എങ്ങനെ പോകാം, പൈസ ഇല്ല. അന്നേരം ഇവിടുന്ന് കൂത്താളി വരെ എന്ത് ചെയ്യും, നടക്കും. അവിടുന്ന് 10 പൈസയും കൊടുത്ത് പേരാമ്പ്ര നടക്കൂ. 10 പൈസയും കൊടുത്ത് പേരാമ്പ്ര പോയി ഇറങ്ങും. അതുപോലെ തന്നെ ഇങ്ങോട്ടും 10 പൈസയും കൊടുത്ത് കൂത്താളി ഇറങ്ങി അങ്ങോട്ടാണ്. ഇതിപ്പോഴത്തെ കുട്ടികൾ കേട്ടാലേ വിശ്വസിക്കോ? അങ്ങനെ അതിൽ പോയി ജയിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ചാല് എന്തും നേടാന്ന് അർത്ഥം. അതെ. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു ഒരു നിർദ്ദേശമാണ്. പിന്നെ നിങ്ങള് സ്കൂള് പഠിച്ചല്ലോ, ഏത് സ്കൂളാ? കടിയങ്ങാട് സ്കൂൾ തന്നെ. ഈ സ്കൂളോ? അന്നേ ഈ സ്കൂളുണ്ട്? നമ്മളിക്കാന്ന് ഈ സ്കൂള് അന്നേ ഉണ്ട്. അത് ശരി, അന്നേ ഇവിടെ തന്നെ അന്നേ ഉണ്ട് അല്ലേ? ആദ്യം തുടങ്ങി പുല്ലാകുന്നത്തെ കുഞ്ഞോളാക്ക അവിടുന്ന് കുഞ്ഞിരാമന്റെ വരയില്ല ഞാനും ഇനി അവിടെ തുടങ്ങി എല്ലാം കൂടി പിന്നെ ഇങ്ങോട്ടാക്കി. അങ്ങനെയാണ് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിരിക്കുന്നു. അന്ന് മദ്രസ ഇവിടെ തന്നെയാണ്? അന്ന് മദ്രസ ഇല്ല. മദ്രസ ഞാൻ പറഞ്ഞില്ല നേരത്തെ, പോത്തുപള്ളി പോലെ അല്ല. മദ്രസ ആദ്യം ഫസ്റ്റിലെടിയാനു മദ്രസ തന്നെ ആദ്യം ഈ ബാനത്തക്കുനിയിൽ അവിടെ തുടങ്ങി. പിന്നെ പുശ്ശേരി കൊള്ളുമ്പോൾ തുടങ്ങി എല്ലാം. പിന്നെ ഇവിടെ പിന്നെ ലാസ്റ്റ്. അപ്പം മറ്റേ ആള് അയ്യൊത്തുവരെല്ലാം പോയതിൻ്റെ ശേഷമാണ് ഇവിടെ മദ്രസ എന്തായത്. അന്നേരം എല്ലാവരും ഇങ്ങനെ പോവാ. വ്യാഴ്ച പൈസയും കൊടുക്കണം. എങ്ങനെ? വ്യാഴ്ച മുക്കാലോ എല്ലാം കൊടുക്കണം വലിയവർക്ക്, അല്ലെങ്കിൽ പിന്നെ കാലിന് നുള്ളു എല്ലാം ചെയ്യും. അങ്ങനെ ഒക്കെയാണ്. അപ്പോൾ പഴയ കാലത്തെ ഒരുപാട് ഉസ്താദുമാരായിട്ട് ബന്ധമുണ്ട് അല്ലേ? അന്നേ ഇങ്ങനെ നമ്മളെ സമസ്തയായിട്ടും അതുപോലെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയായിട്ടും ബന്ധമുണ്ട്. അപ്പൊ എല്ലാ അർത്ഥത്തിലും നല്ലൊരു റാഹത്തിലായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ഉംറക്ക് പോകുന്നുണ്ടല്ലോ, ഇനിയിപ്പോ ഉംറക്ക് പോകാനുള്ള ഉദ്ദേശം ഉണ്ടോ? പോണോ? ഉംറക്ക് പോലും വല്ലാത്തൊരു സന്തോഷം അല്ലേ? പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാല് നബീന്റെ സലാഞ്ചി ഭയങ്കര അനുഭൂതിയാണ്. അപ്പൊ ഏതായാലും ബ്രൈസ ഇതുവരെ ഇത്രയും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ദീർഘകാലം ആഫിയത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.